Hello everyone, I am Leena Sujit. Welcome back to my channel Lee Techie. കുറേയായി ഞാൻ വീഡിയോ ഒന്നും എടുക്കാതെ ഒരു ഗ്യാപ്പിലായിരുന്നു. കാരണമൊന്നുമല്ല, എൻ്റെ കൈ ഒന്ന് ഫ്രാക്ചർ ആയിരുന്നു. ഏകദേശം ഒരു വർഷമായി. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനും ഫ്രാക്ചറായി എൻ്റെ കൂടെ തന്നെ. പിന്നെ അതിന് ശേഷം പിന്നെ സ്ക്രീൻ അത്ര നല്ല ശരിയില്ലാത്തത് കൊണ്ട് പിന്നെ ക്യാമറയൊന്നും അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നിർത്തി വെച്ചതായിരുന്നു. അപ്പം വീണ്ടും നിങ്ങൾക്ക് പഴയതുപോലെ വീഡിയോ ആയി വരാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു ഇടക്കാലത്ത് ഞാനിപ്പം ഈ ബയോട്ടോറിയം ബിസിനസ്സിൻ്റെ പാർട്ട്ണറാണല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ബയോട്ടോറിയം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് സാധാരണ അപ്ലോഡ് ചെയ്യാറ്. നമുക്കെന്നും രാവിലെ 6 AM ട്രെയിനിങ് ക്ലാസ്സസും 8 PM ക്ലാസ്സസൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻസൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരുപാട് ആൾക്കാർക്ക് വളരെ ഉപകാരം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോയിൽ വന്ന് കുറച്ച് പ്രൊഡക്ട്സിനെയൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഞാനിനി നിങ്ങളുടെ കൂടെ വരുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഈ ബയോട്ടോറിയത്തിൽ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ടും അൺബോക്സിങ്ങും ഒക്കെ ആയിട്ട് നമുക്കിനി അങ്ങോട്ട് പോകാം. പിന്നെ ഇടയ്ക്ക് ഒബ്വിയസ്ലി എൻ്റെ ചാനൽ ആക്ച്വലി ഒരു ടെക്നിക്കൽ ട്യൂട്ടോറിയൽ ചാനലായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പം പിന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ കയറിയപ്പോൾ പിന്നെ ആ ബിസിനസ്സിനെ പറ്റി പറയാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കുറച്ച് അങ്ങോട്ടേക്ക് എൻ്റെ ശ്രദ്ധ പോയി. എന്നാലും ടെക്നിക്കൽ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും സമയം കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാം. ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ആദ്യത്തെ പ്രോഡക്റ്റാണ് ബയോമാഗ്നറ്റിക് മാട്രസ് എന്ന് തുടങ്ങിയിട്ടുള്ളൊരു പാക്കേജായിട്ട് വന്ന ഒരു പ്രോഡക്റ്റ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ ഓൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ബിസിനസ് പ്ലാൻ ആവട്ടെ, അതിൻ്റെ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ആവട്ടെ, അത് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഓരോ പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട്, കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഇഷ്ടം പോലെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഉണ്ട്. എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽ, അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ എൻ്റെ വീഡിയോയിലൂടെ പോയി കഴിയുമ്പോൾ അറിയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും ഞാനിപ്പം വിശദമാക്കാൻ പോകുന്നില്ല. അപ്പം ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഒരു അൾട്രാബെറി ജ്യൂസ്, അതായത് ഈ ബയോ അൾട്രാബെറി ജ്യൂസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതും വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇഷ്ടംപോലെ വീഡിയോസ് അൾട്രാബെറി ജ്യൂസ്, ഈ ബയോ അൾട്രാബെറി ജ്യൂസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴേ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, അതിൻ്റെ ഫുള്ള് പഠിച്ചെടുത്ത ആൾക്കാർ നമുക്ക് നല്ല ട്രെയിനിങ് ക്ലാസ്സസ് രാവിലെ തരുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ കാണാം. പക്ഷെ എന്നാലും ഞാൻ ഇന്നിപ്പോൾ ലൈവായി നിങ്ങൾക്ക് വന്നിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഒന്ന് ആ ജ്യൂസ് എങ്ങനെയാണെന്നുള്ളതും അത് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടതെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് ഒരു ബ്രീഫും തരാൻ പോവുകയാണ്. അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതും പിന്നെ ആ ഓരോ സാധനം നമുക്ക് ശരീരത്തിന് എന്തൊക്കെ ഗുണം ചെയ്യും അങ്ങനെയുള്ള ചെറിയൊരു വീഡിയോ. അത്ര വലിയ ലെങ്തിയായി ഞാൻ PPT ഒന്നും ആയി കാണിക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒരു സിമ്പിളായിട്ട്, അതായത് ഏതൊരാൾക്കും ഈ ഒരു ബെറി ജ്യൂസ് വാങ്ങുന്നതിന് മുൻപേ ഒരു ക്വിക്ക് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അൾട്രാബെറി ജ്യൂസിൻ്റെ ആ ഒരു ബോട്ടിലോ പാക്കേജോ അതൊക്കെ ഞാനൊന്ന് കാണിക്കാം. ആക്ച്വലി നാട്ടിൽ വരുത്തിച്ചിട്ട് എനിക്കത് പിന്നെ ഇവിടേക്ക് കൊറിയർ വരുത്തിച്ച് തരായിരുന്നു. അപ്പം ഞാൻ ജ്യൂസ് ഒന്ന് കാണിച്ചു തരാം. ജ്യൂസിൻ്റെ പാക്കേജ് അടക്കം കാണിച്ചു തരാം. ഓൾറെഡി പാക്കൊക്കെ ഞാൻ പൊളിച്ചതാണ്, എന്നാലും എങ്ങനെയാണ് അതിൻ്റെ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആണല്ലേ, ഈ ബയോട്ടോറിയം കമ്പനിയുടെ പേരുണ്ട്, ആണ് അൾട്രാബെറി ജ്യൂസ്, കാണുന്നുണ്ടല്ലോ. അപ്പം ഇതൊരു വെൽനസ് പ്രൊഡക്റ്റാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, വെൽനസിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ വെൽനസ് പ്രൊഡക്റ്റ് എടുത്താൽ മാത്രമേ, അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ബെറീസിൻ്റെ ഫോട്ടോസൊക്കെ നമുക്കിതിൽ കാണാം. നല്ലൊരു ക്വിക്കായിട്ട് ഞാൻ എന്തായാലും പറഞ്ഞു തരാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്കൊക്കെ എല്ലാ ഇൻസ്ട്രക്ഷൻ ഇതിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ ഇതിൻ്റെ വില കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കട്ടെ. അപ്പം ഞാനൊന്ന് ജ്യൂസും ഒന്ന് പുറത്തെടുത്ത് കാണിച്ചു തരാം. ഓൾറെഡി കുടിക്കാൻ തുടങ്ങിയ ജ്യൂസാണ്, എന്നാലും നിങ്ങൾക്ക് കാണിക്കേണ്ടത് കൊണ്ട് ഞാൻ പാക്കറ്റ് കാണിക്കുകയാണ്. ഇതാണ് ജ്യൂസ്, കണ്ടില്ല?
ഇതൊരു ഭയങ്കര കട്ടിയുള്ള ജ്യൂസാണ് കേട്ടോ, നല്ല കട്ടിയാണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ബോട്ടിലെടുക്കുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസും അത് നമുക്ക് ശരീരത്തിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ ചെയ്യുന്നതെന്നൊന്ന് ക്യുക്കായിട്ട് ഞാൻ പറഞ്ഞു പോകാം. അത് വേണം ഞാൻ ഗ്രാഫിക്കിലൂടെ കാണിക്കാം. കാരണം ബൈ ഹാർട്ട് പഠിച്ച് പറയാന്ന് പറഞ്ഞാൽ ഈസിയുള്ള കാര്യമല്ല, അത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. അത് പെട്ടെന്ന് ഓർമ്മയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. അത് ഗ്രാഫിക്കിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല പല ബെറീസാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പം ബെറീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ബെറീസാണ്? മെയിനായിട്ട് ബ്ലൂബെറി ഉണ്ട്, എൽഡർ ബെറി, മുരിങ്ങ ലീഫ്, നമ്മളെ മുരിങ്ങക്കായുടെ ലീഫ് ഉണ്ടല്ലോ, അത് വളരെ നമുക്കറിയാലോ, നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കുന്ന സാധനമാണ് മുരിങ്ങ ലീഫ്. അതിൻ്റെ ഒന്നും ഗുണം നമുക്ക് അറിയില്ല ശരിക്കും. അതൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ബ്ലാക്ക് കറണ്ട് ഒരു ഫ്രൂട്ടാണ്. ഗ്രീൻ കിവി ഫ്രൂട്ട്, ആപ്പിൾ, മാംഗോസ്റ്റീൻ, അശ്വഗന്ധ, ഡ്രാഗൺ ഫ്രൂട്ട്, സീ ബക്തോൺ, സോൾ പാൽമറ്റോ, എലോവേര, മക്ക റൂട്ട്, സഫേദ് മുസ്ലി, ഗ്രേപ്പ് സീഡ്, പോമിഗ്രനേറ്റ്, വീറ്റ് ഗ്രാസ്, ക്രെയിൻബെറി, നോനി, ഗ്രീൻ ടീ ആൻഡ് സിനമൺ. ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഈ ഒരു ബെറി ജ്യൂസിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഈ പറഞ്ഞ ഫ്രൂട്ട്സും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ശരീരത്തിന് എന്താണ് ഗുണം അതുകൂടെ അറിയണ്ടേ. അത് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രാഫിക്കിലൂടെ തന്നെ കാണിച്ചു തരാം, നമുക്ക് എന്തൊക്കെ ഗുണം ചെയ്യും എന്നുള്ളത്. നമ്മുടെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ സൂക്ഷിക്കുന്നു. പിന്നെ തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ഹൈപ്പർ എസിഡിറ്റി ഉണ്ടല്ലേ, ചില ആളുകൾക്ക് ഭയങ്കര എസിഡിറ്റി പ്രോബ്ലം ആയിട്ട് പറയുന്നതല്ലേ, നെഞ്ചരിച്ചിൽ അതൊക്കെ ഉള്ളവർക്ക് അതിനെ കൺട്രോൾ ചെയ്യും. പിന്നെ നല്ല മെൻ്റൽ ഫോക്കസ്, നമുക്ക് പഠിക്കാനൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ആയാലും അവർക്ക് നല്ലൊരു ബ്രെയിൻ നല്ല ഫോക്കസ് ചെയ്യാൻ പറ്റും, മെൻ്റൽ ഫോക്കസ്. പിന്നെ ഡൈജസ്റ്റീവ് ഫങ്ഷനെ ഇമ്പ്രൂവ് ചെയ്യും. ഒബ്വിയസ്ലി ഇതിലിങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങിക്കൊണ്ടിരിക്കും, നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഇത് കറക്റ്റാക്കി വെക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന്, പല്ലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, എന്തെങ്കിലും ഒന്ന് പല്ലിന് പറ്റിക്കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി കഴിയുമ്പോൾ അറിയാലോ അതിൻ്റെ ചിലവ് എത്രയാണെന്ന്. അപ്പോൾ അത് പല്ലിൻ്റെ ആരോഗ്യത്തെ ഇത് കാത്തു സൂക്ഷിക്കുന്നു. പിന്നെ കിഡ്നി ഫങ്ഷനെ നിയന്ത്രിക്കുന്നു, കിഡ്നി ഫങ്ഷനെ കറക്റ്റാക്കി വെക്കുന്നു. നല്ല എനർജിയും സ്റ്റാമിനയും സ്ട്രെങ്ത്തും ഒക്കെ ഇത് കഴിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് കിട്ടുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഒബ്വിയസ്ലി ബ്രെയിൻ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കോൺസെൻട്രേഷൻ പവർ കൂടുന്നു, മെമ്മറി പവർ കൂടുന്നു, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഇഞ്ചുറിയൊക്കെ നമുക്ക് പറ്റുകയാണെങ്കിൽ അത് പെട്ടെന്ന് റിക്കവറി ആവുന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു മുറിവലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ നല്ല സ്കിന്നൊക്കെ നല്ല തിളങ്ങി വരും, ഒന്നാമത് ബ്ലഡിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുകയാണല്ലോ, അപ്പോൾ തന്നെ സ്കിന്നൊക്കെ ഇമ്പ്രൂവ് ആവും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിത് കുടിക്കുന്നുണ്ട്, ഞാനും എൻ്റെ മോളും ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബോട്ടിൽ കുടിച്ച് പകുതിയായ ബോട്ടിലാണ്. ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് കുടിക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പോൾ ടോട്ടൽ ഹെൽത്തിനുള്ളതായി അല്ലേ, ഹാർട്ടിനും കിഡ്നിക്കും എല്ലാം ഒക്കെ ഇതിന് ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ജ്യൂസ് എത്രത്തോളം കഴിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഡോസേജ് കഴിക്കുന്ന രീതി കൂടെ കാണിച്ചു തരാം. ഇത് കഴിക്കുന്ന രീതിയൊന്നും വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കഴിക്കുന്ന രീതി കാണിച്ചു തരാം. ഇതുവരെ വാങ്ങാത്തവർ, നമ്മളിപ്പം ഈ ബയോട്ടോറിയൻസ് ആയിട്ടുള്ളവർ, എൻ്റെ കൂടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവർ ഈ ജ്യൂസിനെ പറ്റി കേട്ടു, ഇതിൻ്റെ അറിവുകളുണ്ട്, പക്ഷെ വാങ്ങിക്കഴിച്ച് നോക്കിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ വാങ്ങാത്തവർക്കും ഒരു പ്രചോദനമായിക്കോട്ടെ, അതെങ്ങനെ കഴിക്കണം എന്നുള്ളത് നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇതൊന്ന് കഴിക്കുക. അപ്പം ഞാനത് കാണിക്കാം എങ്ങനെ കഴിക്കേണ്ടത്. ഇതിപ്പോൾ ആദ്യം തന്നെ ഇപ്പം നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഉണ്ടല്ലോ, എൻ്റെ മാഗ്നറ്റൈസ്ഡ് വാട്ടറാണിത്. ആക്ച്വലി ഇത് നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിലല്ല, ഗ്ലാസിൻ്റെ കുപ്പിയിലാണ് നമ്മൾ പ്രിഫറബിളി മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. പക്ഷേ ഇത് പൊട്ടിപ്പോകുന്നുള്ളൊരു പേടി കൊണ്ട് പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഗ്രേഡഡ് പ്ലാസ്റ്റിക്കാണ് ഇത്
സെല്ലോ പ്ലാസ്റ്റിക്കാണ്, നല്ല പ്ലാസ്റ്റിക്കാണിത്. എന്തായാലും പ്ലാസ്റ്റിക് തന്നെ, പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ വെള്ളം ആണ് ഞാനിപ്പം മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കണ്ടില്ല, നമ്മുടെ ഈ ബയോട്ടോറിയം, ഈ വെള്ളമാണ് ഞാൻ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു മെഷറിങ് കപ്പ് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുടിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു മെഷറിങ് കപ്പ്, ഇതൊരു 30 മില്ലി കപ്പാണ്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ 15 മില്ലി കൊടുത്താൽ മതി. 15 മില്ലിൻ്റെ ഇവിടെ ഒരു മാർക്കുണ്ട്, കാണുമെന്നറിയില്ല. 15 മില്ലി മാർക്കും ഉണ്ട്, 30 മില്ലി. അപ്പം നമ്മൾ അഡൽട്ടായിട്ടുള്ളവർ ഈ 30 മില്ലി കുടിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 30 മില്ലി വെള്ളം എടുക്കുക. ഇതിൽ 30 പറയുമ്പോൾ ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് വെള്ളം എടുക്കുക. പിന്നെ ലൂക്ക് വാം വാട്ടർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഒന്ന് നമ്മുടെ മാഗ്നറ്റൈസ് വെള്ളത്തിന് ഒന്ന് ലേശം ഒന്ന് ചൂടാക്കിയിട്ട് മൈക്രോവേവ് വെച്ചാലും മതി. ഒരു അധികം ചൂടാക്കാൻ പറ്റില്ല, ഇളം ചൂട്. അല്ലെങ്കിൽ നല്ലോണം ചൂടാക്കിയാൽ അത് കുറച്ച് ചൂട് കുറഞ്ഞാൽ ഇളം ചൂട് വെള്ളത്തിൽ. ഇതിപ്പോൾ ഒരു ഫുൾ മൂടിയിൽ ഞാൻ എടുത്തിരിക്കുകയാണ്, ഒരു ഗ്ലാസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിക്കുന്നു. 30 മില്ലി വെള്ളമാണ് ഇത്. ഓക്കെ, എനിക്ക് അടുത്ത പരിപാടി ജ്യൂസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജ്യൂസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയാണ്. കട്ടി എന്നെല്ലാം പറഞ്ഞാൽ എന്താ പറയുക, മാങ്ങയുടെ എല്ലാം പഴുപ്പില്ല, അതുപോലെ കട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത് എവിടെയാണുള്ളതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഉള്ളിൽ എങ്ങനെയുള്ളത്, ഊറിയിട്ടാണോ അതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ബെസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഇളക്കുക, നന്നായിട്ട് ഷെയ്ക്കുക. എന്ന് വെച്ചാൽ നന്നായിട്ട് ഷെയ്ക്കുക, അങ്ങനെ ഇങ്ങനെയൊന്നല്ല, നന്നായിട്ട്. കാരണം ഇതിൻ്റെ അടിയിൽ ഇതിൽ നമ്മളെ മുന്തിരിങ്ങൻ്റെ കുരൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഗ്രേപ്സ് ഉണ്ടല്ലോ, ഗ്രേപ്സിൻ്റെ സീഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ശരിക്കും നമുക്ക് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ വായിൽ അതിൻ്റെ തരിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഷേക്ക് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ബോട്ടിൽ അങ്ങോട്ട് തുറന്ന് ഈ ഒരു ഔട്ട് ഗ്ലാസ് എടുത്തും കൊണ്ട് ഇത് കഴിക്കേണ്ട സമയം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ച 12:30 ഇപ്പോഴല്ല ഇത് കഴിക്കേണ്ടത്. എന്നാലും കഴിക്കേണ്ട സമയം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തന്നു. കട്ടി കണ്ടില്ല, കട്ടി കാണിച്ചതെന്നൊന്നും അറിയില്ല. നല്ല കട്ടിയാണ്. എങ്ങനെയാണ് കട്ടി കാണിക്കുക? ഒഴിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കട്ടി. ഓക്കെ, നല്ല കട്ടിയാണ്. ഇത് 30 മില്ലി എടുത്തിട്ട് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കട്ടി മനസ്സിലാവുക. നോക്കാം, ഇപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം കാണുന്നുണ്ടല്ലോ, കറക്റ്റായിട്ട് ഒഴിക്കുമ്പോൾ നോക്കിക്കോ. ഭയങ്കര കട്ടിയാണ്, കണ്ടില്ല? ഇത് വീഴുന്ന കണ്ടാൽ തന്നെ അറിയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ലേ, അടിയിൽ നിൽക്കുന്ന കണ്ടില്ലേ, വെള്ളം വേറെയും ജ്യൂസ് വേറെയും നിൽക്കുന്ന കണ്ടില്ലേ. വെള്ളം പുറത്താണ്, അപ്പം തന്നെ അങ്ങ് മിക്സായി പോകും. ഇതിങ്ങനെ കുടിച്ചാൽ ശരിയാവില്ല. അപ്പം അത് ശരിക്കും അതിനകത്ത് ഇളക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇളക്കുകയാണ്. ഇളക്കുമ്പോൾ ഇളകുകയാണ്. കണ്ടില്ലേ, കട്ടി കണ്ടില്ലേ? ഈ സ്പൂണിൻ്റെ അടുത്ത് വരുമ്പം തന്നെ എനിക്ക് മനസ്സിലാവും. അതെ, നോക്കുക അതിൻ്റെ കട്ടി. സ്പൂണ് കാണുന്നില്ല കട്ടി. നന്നായിട്ട് ഇളക്കുക, ചായ പോലെ ഉണ്ടല്ലോ കാണുമ്പോൾ. വെള്ളത്തിൽ നമ്മൾ കലക്കിയാലും കട്ടിയാണ്, അതാ രസം. നമ്മളൊരിക്കൽ ഇനിയും വെള്ളം ഒഴിക്കാമെന്ന്, അത്രയും കട്ടി. അതുണ്ടില്ലേ, ഇപ്പോഴും കട്ടി തന്നെയാണ്. അപ്പം ഇതങ്ങോട്ട് കലക്കിയിട്ട്, ഇപ്പം കുടിക്കേണ്ട സമയമൊന്നുമല്ല, എന്നാലും അത് മാത്രമല്ല, ഇതിപ്പം എടുത്ത ആ പാത്രത്തിൽ തന്നെ കണ്ടില്ല, കട്ടിയിൽ അവിടെ നിൽക്കുന്ന കണ്ടില്ല. അതൊക്കെ കൺസ്യൂം ചെയ്യാന്നുള്ള ഭാഗത്തിൽ നല്ലോണം വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് സ്പൂണോട്ട് ഇളക്കിയിട്ട് ഇതൊന്നും നഷ്ടപ്പെടുത്തണ്ട. ഓക്കെ, നഷ്ടപ്പെടുത്താതെ കുടിക്കാൻ നല്ലത്. കുടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താ ടേസ്റ്റ്, അത് കുടിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കുടിച്ചപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കുടിച്ചവരാണെങ്കിൽ അറിയാം എന്ത് ടേസ്റ്റ് അതറിയാം. വാ, ഒന്നും പറയണ്ട ടേസ്റ്റിൻ്റെ കാര്യം. ആഹാ, എന്തൊരു ടേസ്റ്റ്, വെരി ടേസ്റ്റി. കുടിച്ചിരിക്കണം നിങ്ങൾ, എന്തായാലും കുടിച്ചിരിക്കണം. ഓക്കെ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുടിക്കേണ്ട രീതി, കുടിക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്റ്റി സ്റ്റൊമക്കായിരിക്കണം. പ്രിഫറബിളി മോർണിംഗ്. പ്രിഫറബിളി എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം വെച്ചാൽ പ്രിഫറബിളി നമ്മൾ പല്ല് തേക്കാത്ത വായിൽ കുടിക്കുന്നതാണ് ബെസ്റ്റ്. ഓക്കെ, ഇത് മൂടിയൊക്കെ ഇട്ട് നോക്കട്ടെ. പല്ല് തേക്കാതെ വായിൽ, അതായത് നമ്മൾ രാത്രി അത് വിചാരിച്ചിട്ട് പല്ല് തേക്കേണ്ടതെന്നല്ല, രാത്രി ഉറങ്ങുമ്പോൾ ബ്രഷിങ് സിസ്റ്റം വേണം.
നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ബ്രഷ് ചെയ്ത് നല്ല ശുദ്ധമായ വായിൽ ഉറങ്ങിക്കഴിയുമ്പോൾ രാവിലെ വായിൽ വരുന്ന ഉമിനീരുണ്ടല്ലോ അത് തുപ്പിക്കളയരുത്. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. അത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ സിസ്റ്റത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അത്. ആ ഒരു ആസിഡ് എന്ന് പറയുന്നത്, ആ ഒരു ആസിഡ് മതി നമ്മുടെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പം അതൊരിക്കലും നമ്മൾ തുപ്പി പുറത്ത് കളയരുത്. ഓക്കെ, അപ്പം അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ജ്യൂസ് ഉറങ്ങി എണീച്ച ഉടനെ ഇതുപോലെ ഈ പറഞ്ഞ പ്രകാരം കലക്കിയിട്ട് കുടിക്കുക. പിന്നെ ഒരു അരമണിക്കൂറത്തേക്ക്, ഇപ്പം നിങ്ങൾ ചായ കുടിക്കുന്ന ആളാണോ അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആളാണെങ്കിൽ ദയവായിട്ട് അരമണിക്കൂറത്തേക്ക് ഗ്യാപ്പ് കൊടുത്തേക്കുക. അരമണിക്കൂർ അതവിടെ കെട്ടെന്ന് പ്രവർത്തിക്കട്ടെ ശരീരത്തിലേക്ക്. ഓക്കെ, എന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ, ബെനിഫിറ്റ്സ് ഒക്കെ കണ്ടല്ലോ. അപ്പം എന്താ പറയുക, ഹെൽത്ത്, ഹാർട്ടിൻ്റെ ഹെൽത്തും കിഡ്നീൻ്റെ ഹെൽത്തും എല്ലാം വർദ്ധിപ്പിക്കണ്ടേ. അപ്പം ആ രാവിലെ ആ ഒരു സമയം നമ്മുടെ ബോഡി പ്യുവറായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. അപ്പം അത് വർക്ക് ചെയ്യട്ടെ ഒരു അരമണിക്കൂർ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറല്ല 1 മണിക്കൂർ അധികം എടുത്തോ, വേണമെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സസൈസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കഴിയുമ്പോഴേക്കും ആ സമയം അങ്ങനെ കടന്നു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് സമയം മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ രാവിലെ നമ്മുടെ ഇവായോട്ടോറിയൻസിനാണ് അതിൽ രാവിലെ മീറ്റിംഗ് ഉണ്ടല്ലോ, അതൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി, അപ്പോഴൊക്കെ ടൈം ആയിക്കോളും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൊടുക്കുക. പിന്നെ ഈവനിങ്, അപ്പം നിങ്ങൾക്കിപ്പം രാവിലെയും വൈകുന്നേരം കുടിക്കണം നിർബന്ധമൊന്നുമില്ല. രാവിലെ കുടിക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം കുടിക്കണം എന്നൊന്നുമില്ല. ഇനിയിപ്പം രാവിലെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം കുടിക്കും. വൈകുന്നേരം ഈ പറഞ്ഞതുപോലെ എം ടി സ്റ്റൊമക്ക് ആയിരിക്കണം. അത് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള എനിക്കൊന്നൊരു 4-5 മണിയാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്ന സമയമൊന്നുമല്ലല്ലോ. അപ്പം ചായ കുടിക്കുന്നിടത്ത് തന്നെ കുറച്ച് ചായ ഒന്നും നല്ല സാധനമൊന്നുമല്ല, എന്നാലും ചായ കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ വൈകുന്നേരത്തെ ചായയിലും കുറച്ച് ഡിലേ ആക്കിയാൽ മതി. അപ്പോൾ എപ്പോഴും ഒരു എം ടി സ്റ്റൊമക്ക് ആയിരിക്കണം എന്നുള്ളതൊന്നും ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രിഫറബിളി രാവിലെ ആകുമ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ആ ഒരു നല്ലൊരു സമയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വായയിൽ വരുന്ന ഉമിനീര് അതൊക്കെ ബെസ്റ്റ് രാവിലെയാണ്. ഇപ്പോൾ എൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എൻ്റെ മോൾക്ക് കൊടുക്കാനാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോർപ്പവർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ഇപ്പം കഴിക്കുന്നുണ്ട്, ഇടയ്ക്ക് മോർപ്പവറും കഴിച്ചിരുന്നു. ഇനി കണ്ടിന്യൂ ഞാൻ മോർപ്പവർ കഴിക്കാനാണ് പരിപാടി. അപ്പോൾ ഇപ്പം മോർപ്പവർ എൻ്റെ മോളെ കൊണ്ട് കഴിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ മോൾക്ക് ഇത് രാവിലെ കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അത് നമ്മളെപ്പോലെയല്ല, നമ്മൾ പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യും. കുട്ടികൾ അങ്ങനെ ചെയ്യില്ലല്ലോ, കുട്ടികൾക്കത് അവരെ സമയമാകുമ്പോഴേ അതെല്ലാം മനസ്സിലാവും. അപ്പം മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാനൊക്കെ ബുദ്ധിമുട്ടിപ്പോയി. അവൾ കുടിക്കുന്നില്ല. അങ്ങനെ ഞാനൊരു ഐഡിയ മാറ്റി വൈകുന്നേരമായി. അപ്പോൾ കുഴപ്പമില്ല, വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് ദഹനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സമയം, എന്തൊക്കെ സ്നാക്സൊക്കെ വേണമെന്ന് തോന്നുന്ന ഒരു സമയമില്ലേ, ആ സമയത്ത് ഈ ജ്യൂസ് അങ്ങ് വേണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ട്, ആ സമയത്ത് നല്ല ഇൻട്രസ്റ്റോട് കുടിക്കുന്ന കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഴിക്കോ സ്നാക്സ് വേണോ അതൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുട്ടിയൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വൈകുന്നേരം കൊടുക്കാൻ നോക്കിക്കോ. രാവിലെ കഷ്ടപ്പെട്ട് അടിച്ചു പിടിച്ച് കുടിപ്പിക്കണ്ട, ഇഷ്ടത്തോടെ വൈകുന്നേരം കൊടുത്താൽ മതി. നിങ്ങളാണെങ്കിൽ നിങ്ങൾ പ്രിഫറബിളി രാവിലെയാണ് ബെസ്റ്റ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ മോർ പവർ ഞാനൊരു സാമ്പിളൊക്കെ കഴിച്ച് നോക്കിയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു കയ്പുണ്ട്, പക്ഷേ അത് ശരിക്കും അതിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. കാരണം എനിക്ക് വേണ്ടി ഞാൻ മോർ പവർ ശരിക്കും എന്താ പറയുക, ശരീരത്തിലെ എല്ലാ ഡെഫിഷ്യൻസിയും ഫുൾഫിൽ ചെയ്യാൻ കഴിവുള്ള ഒരു പ്രൊഡക്റ്റാണ്. 1 ആൻഡ് ഓൺലി ബെസ്റ്റ് പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ മോർ പവർ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അൺബോക്സിങ്ങോട് കൂടിയിട്ട് ഞാൻ ഏതായാലും നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വരാം. അതിൻ്റെ ടേസ്റ്റൊക്കെ എനിക്കറിയാം. അപ്പോൾ അത് ശരിക്കും ഒരു ഫുൾ ബോട്ടിൽ തന്നെ കഴിച്ചു കളയാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മളെ ആരോഗ്യം ബെറ്റർ ആക്കണ്ടേ, എന്നിട്ടല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. നമ്മളെ എക്സ്പീരിയൻസ് വേണമല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനല്ലേ. നമ്മൾ ഇതൊന്നും വാങ്ങി കഴിക്കാണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ആരോഗ്യ പ്രശ്നം വന്നാൽ തീർന്നില്ലോ. അപ്പം നമുക്ക് ആരോഗ്യ പ്രശ്നം വരാൻ പാടില്ല. അപ്പം നമ്മളാദ്യം നന്നാവുക, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അൺബോക്സിങ്ങുമായിട്ട് അപ്പോൾ അതെങ്ങനെ കഴിക്കേണ്ടതെന്നുള്ള കുറച്ച് പറഞ്ഞുതരാം. അതിൻ്റെയും വിശദമായിട്ടുള്ള എന്താ പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഞാനിവിടെ എന്താ പറയുക, നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയാൽ കിട്ടും ഇഷ്ടംപോലെ വീഡിയോ. എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈവൻ ഹിന്ദിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിലുണ്ട്. ബൈ ദ വേ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു ബെറി ജ്യൂസിൻ്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സ്, അതായത് മിനി സർ, രാമചന്ദ്രൻ സർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത്, ഞാൻ ഇതിൻ്റെ വീഡിയോ
നിങ്ങൾക്കിപ്പം എൻ്റെ ചാനലിൽ പോയി വീഡിയോ കാണുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അത് തപ്പിപ്പിടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിലും അതിൻ്റെ ലിങ്ക് ഇടാം. പിന്നെ ഐ ബട്ടൺ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ചാനലിൻ്റെ മേലെ ഒരു ചെറിയൊരു ഐ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതിൽ തൊട്ടാൽ ഈ വീഡിയോ ഞാൻ അവിടെ ഇത് ചെയ്തേക്കാം, ക്ലിപ്പ് ചെയ്യുന്നത് എന്താ പറയുക, ഒരു പിൻ ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് വീഡിയോ കാണാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒബ്വിയസ്ലി ഇതും മോർ പവറിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം ഡീറ്റെയിൽ ആയിട്ട് അത് ശരിക്കും ഇതിനെപ്പറ്റി ചില ആൾക്കാർ പറയും നമ്മളിത് വേണ്ട ഇങ്ങനെയൊന്നും കേട്ടാലൊന്നും എനിക്ക് പോരാ, ഇതിൻ്റെ ശരിയായ എല്ലാം അറിയണമെന്ന്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ വീഡിയോ വളരെ ഉപകരിക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോൻ്റെ പിന്നിലെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിക്കഴിക്കുക. ഇനിയിപ്പം നമുക്കിപ്പോൾ ഈബായിട്ടോറത്തിൽ റീപർച്ചേസിങ് സിസ്റ്റമൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ളവർക്ക് നല്ല അവസരമാണ് ഇതൊക്കെ കഴിച്ച് ശരീരം ആരോഗ്യം വരുത്തിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ആ ഒരു ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചാനലും കണ്ടങ്ങനെ പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും തരണം, കമൻറ്റും തന്നോളൂ. നമ്മളിപ്പോൾ ഈ പ്രോഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടംപോലെ കമൻസ് ഉണ്ടാവില്ലേ, സ്വന്തമായിട്ട് പല കമൻസും വരില്ലേ, അതൊക്കെ അങ്ങ് പറയൂ. അത് തന്നെ നമുക്ക് വ്യൂവേഴ്സിന് അതൊരു വലിയ ഉപകാരമാവും. ഇത് കഴിച്ചിട്ട് എന്തൊക്കെ ഗുണങ്ങളാണെന്ന് അവരും അറിയട്ടെ, അപ്പോഴല്ലേ ആർക്കെങ്കിലും ഇത് കഴിക്കാനും തോന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.